ഇതാണ് പുതിയ ലാൻഡ് ക്രൂസർ പ്രാഡോ. ഈ വണ്ടിക്ക് ലാൻഡ് ക്രൂസർ എന്ന പേരിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് 1950 കൊറിയൻ വാർ തുടങ്ങിയ സമയത്ത് ജപ്പാൻ US മിലിറ്ററിയുടെ അണ്ടറിലായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങി അങ്ങനെയാണ്. ആ സമയത്ത് US മിലിറ്ററിക്ക് ജീപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്കലി ഉണ്ടാക്കിയേക്കുന്ന ജീപ്പിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ ടൊയോട്ട എന്നൊരു ചെറിയ കമ്പനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ അവർ BJ എന്ന പേരുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. B എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻജിൻ സീരീസും, J എന്ന് പറഞ്ഞാൽ ജീപ്പും. പിന്നെ ആൾക്കാരെ കാണിക്കാൻ ഹിസ്റ്ററിയിൽ നിന്നൊരു ഐഡിയ എടുത്ത് ഒരു സ്റ്റണ്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ജാപ്പനീസ് ഹിസ്റ്ററിയിൽ ഒരു കഥയുണ്ട്. ഒരു സാമുറായി പുള്ളിയുടെ കുതിരയായിട്ടുള്ള ബോണ്ട് കാണിക്കാൻ വേണ്ടി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അറ്റാഗോ ഷൈനിലെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് വഴി കുതിരേനെ കയറ്റി. അപ്പോൾ ടൊയോട്ട ഈ പ്രോട്ടോടൈപ്പിൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടി ഇത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. അതിനു പകരം ടൊയോട്ട ഈ പ്രോട്ടോടൈപ്പിനെ കൊണ്ട് മൗണ്ട് ഫൂജിയുടെ 6th സ്റ്റേഷൻ വഴി കയറി. അങ്ങനെ ഒരു വണ്ടി കയറിയ ഹയസ്റ്റ് പോയിന്റ് ആയിട്ട് അത് മാറി. പക്ഷേ ടൊയോട്ട ഇത്രയൊക്കെ ചെയ്തിട്ടും US മിലിറ്ററി മിറ്റ്സുബിഷി ജപ്പാനിലെ ലൈസൻസ് വെച്ചുണ്ടാക്കിയ വലിയ ഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ടൊയോട്ട അവരുടെ ഓഫ് റോഡ് ജാപ്പനീസ് പോലീസിനും അവിടുത്തെ സാധാരണക്കാർക്കും വിൽക്കാൻ തുടങ്ങി. 1953 പ്രൊഡക്ഷൻ തുടങ്ങി. ടൊയോട്ട ജീപ്പ് BJ എന്ന പേരിലാണ് ഇത് മാർക്കറ്റിൽ വന്നത്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ജീപ്പ് ഓവർലാൻഡ് ജീപ്പ് എന്ന പേര് ട്രേഡ് മാർക്ക് ചെയ്തു. അപ്പോൾ ടൊയോട്ടയ്ക്ക് ജീപ്പ് എന്ന പേര് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ടൊയോട്ട നമ്മുടെ ബ്രിട്ടീഷ് ലാൻഡ് റോവറിന് ഇൻസ്പിറേഷൻ എടുത്ത് BJ മാറി ലാൻഡ് ക്രൂസറായി. പിന്നെ ടൊയോട്ട B സീരീസ് എഞ്ചിൻ മാറ്റി F സീരീസ് ആക്കി. അങ്ങനെ BJ മാറി FJ ആയി. പിന്നെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് FJ മാറി FJ20 ആയി. അവസാനം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് FJ40 വന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മാനുഫാക്ചർ ചെയ്ത ഏറ്റവും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി എന്ന പേര് അങ്ങനെ ലാൻഡ് ക്രൂസർ സ്വന്തമാക്കി. ഇനി നമുക്ക് നമ്മുടെ പുതിയ LC250 പറ്റി സംസാരിക്കാം. ഓഫ് റോഡിന്റെ കാര്യം എടുത്താൽ പഴയ ലാൻഡ് ക്രൂസറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലുണ്ട്. ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ, സോളിഡ് റെയർ ആക്സൽ, സെന്ററിലും റെയറിലും ലോക്ക് ചെയ്യുന്ന ഡിഫറൻഷ്യൽസ്, സ്പെയർ ബാർ ഡിസ്കണക്ട്, പിന്നെ ടൊയോട്ടയുടെ ഫേമസ് ആയിട്ടുള്ള ഡാക് റോൾ സിസ്റ്റം. അങ്ങനെ ഈ വണ്ടി ഫുള്ളി പാക്ഡ് ആണ്. ഇതൊരു FJ40 അല്ല. ഇതെല്ലാവരും എന്നും ഓഫ് റോഡിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പോകുന്ന വണ്ടിയല്ല. ഇത് മിക്ക ആൾക്കാരുടെയും ഡെയിലി ഡ്രൈവറാണ്. അവിടെയാണ് കാര്യങ്ങൾ കുറച്ച് മാറുന്നത്. ലാൻഡ് ക്രൂസർ ബാഡ്ജുള്ള എല്ലാ വണ്ടികളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഫേർട്ട്ലെസ്നെസ്. അതായത് നമ്മൾ വണ്ടി എത്ര ഹാർഡായിട്ട് ഉപയോഗിച്ചാലും വണ്ടി തരുന്ന സ്മൂത്ത് റെസ്പോൺസ് കാരണം നമുക്കൊരു ഫീൽ ഉണ്ടാവും. യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് ഈ വണ്ടി ഉണ്ടാക്കിയേക്കുന്നതെന്ന്. ഈ പുതിയ ലാൻഡ് ക്രൂസറിൽ ടൊയോട്ട കൊടുത്തിരിക്കുന്നത് 267 ഹോഴ്സ് പവറും 430 നാനോമീറ്റർ ടോർക്ക് വരുന്ന ഒരു 2.8 ലിറ്റർ 4 സിലിണ്ടർ ടർബോ എഞ്ചിനാണ്. പക്ഷേ ഈ എഞ്ചിൻ അത്ര എഫേർട്ട്ലെസ് അല്ല. പെട്ടെന്ന് കാല് കൊടുക്കുമ്പം ഈ എഞ്ചിൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നേരത്തെ എല്ലാ ലാൻഡ് ക്രൂസറും യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ലാൻഡ് ക്രൂസർ അല്ലേ? അതെ, ഇതൊരു ലാൻഡ് ക്രൂസർ തന്നെയാണ്. പക്ഷേ ലാൻഡ് ക്രൂസർ ലൈറ്റ്. ടൊയോട്ടയുടെ OG ലാൻഡ് ക്രൂസർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഈ ചെറിയ സ്ട്രഗിൾ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ബാക്കി ഈ സെഗ്മെന്റിലുള്ള എല്ലാ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ വണ്ടി മുന്നിൽ തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഈ കോംപ്രമൈസ്? എന്തിനാണ് ടൊയോട്ടയ്ക്ക് ഈ ലൈറ്റ് വേർഷൻ? നമ്മൾ പണ്ട് പാസ്റ്റ് നോക്കുമ്പം
ടൊയോട്ട 40 സീരീസിന് 70 സീരീസിലേക്ക് മാറിക്കൊണ്ടിരുന്ന സമയത്ത് 70 സീരീസ് വാസ് എ വർക്ക് വാസ് ബിൽഡ് ഫോർ മിലിറ്ററി, മൈനിങ് ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസ്. പക്ഷേ സാധാ റോഡിലേക്ക് വരുമ്പം അത് ഭയങ്കര റഫായിരുന്നു. ഒരേ സമയത്ത് ലാൻഡ് ക്രൂസറിന്റെ റഗഡ് ലുക്കും പാസഞ്ചർക്കാരന്റെ കംഫർട്ടുള്ള വണ്ടിക്ക് ഡിമാൻഡ് കൂടി വരാമെന്ന് ടൊയോട്ടയ്ക്ക് മനസ്സിലായി. അവിടെയാണ് അവർ ചെറിയൊരു കോംപ്രമൈസ് ചെയ്തത്. അവർ 70 സീരീസിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഹെവി ഡ്യൂട്ടി ലൈനപ്പും ലൈറ്റ് ഡ്യൂട്ടി ലൈനപ്പും. ലൈറ്റ് ഡ്യൂട്ടി ലൈനപ്പിൽ ടൊയോട്ട റോഡിലെ ഡ്രൈവിങ്ങിനും കംഫർട്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ ലൈറ്റ് ഡ്യൂട്ടി ലൈനപ്പാണ് പിന്നീട് എന്തായിട്ട് അറിയപ്പെടുന്നത്? ലാൻഡ് ക്രൂസർ പ്രാഡോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. ഇതുപോലത്തെ പല വണ്ടികളുടെ വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.